ഹലോ, ബിഗ് ബോസ് സീസൺ 7 വരാൻ പോവുകയാണ്. ഞാൻ ചില പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ വരാൻ പോകുന്നത് രേണുസുതിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ്. മാത്രമല്ല, രേണുസുതിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ബിഗ് ബോസിൽ വരണം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് അവരോട് ചില ഇഷ്ടക്കുറവുകളൊക്കെ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു അതിനുള്ള കാരണം നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം അവർ ആ വിഷമഘട്ടത്തിൽ ഇരുന്നപ്പോൾ കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂകളായിരിക്കാം. പിന്നീട് അവർ കലാപ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇത്രയേറെ വിമർശിക്കപ്പെടുന്നു. ചിലപ്പം നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലല്ലായിരിക്കാം അവർ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അവരെത്രമാത്രം ബോഡി ഷെയ്മിങ് ഓരോ ആൾക്കാരൊക്കെ നടത്തുന്നു. പക്ഷേ ഞാൻ അവർ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ വിഷമഘട്ടത്തിൽ അല്ലെങ്കിൽ ആ വിഷമം മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവർ ജീവിക്കാൻ വേണ്ടി അവർക്കറിയാവുന്ന കലാപ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഓരോ മനുഷ്യരുടെ ഓരോരോ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും. ആ പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തത് പ്രതികരിക്കുന്നത് തന്നെ ഒരു നിഷ്കളങ്കതയുടെ ഒരു സ്വഭാവമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് അവർ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് ഈ കേരളത്തിലുള്ള എല്ലാവരുടെ, ലോകത്തിലുള്ള എല്ലാവരുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. ചിലപ്പോൾ വെറുപ്പ് സമ്പാദിക്കാനായിട്ട് സാധിക്കും. കാരണം ബിഗ് ബോസ് എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞ തവണ കുറച്ച് മോശപ്പേര് ഈ ഷോയിൽ കൂടെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. നന്നായിട്ട് ആ കൊച്ച് അതിൻ്റെ വിഷമങ്ങളൊക്കെ ആ കൊച്ചിനുണ്ടായിരുന്നു. അന്നേരം ഇപ്പോൾ തീർച്ചയായിട്ടും രേണുസുതി എത്തട്ടെ. പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടലാണെങ്കിൽ രേണുസുതി ചിലപ്പോൾ ബിഗ് ബോസിലെ വിന്നറാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആൾക്കാരെ എങ്ങനെയാണ് വിന്നറാകണം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബിഗ് ബോസ് ഷോയുടെ അകത്ത് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന എല്ലാവരും വെറുക്കുന്ന ഒരാളായിരിക്കും. ആ ഒരാളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക. ചിലപ്പോൾ ആ ഷോയിലുള്ള എല്ലാവരും രേണുസുതിയെ വെറുക്കുമായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെല്ലാവരും രേണുസുതിയെ ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് വെച്ചാൽ അവർക്ക് അഭിനയിക്കാൻ അറിയാം. പക്ഷേ അവർ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞ അതിൽ തന്നെ ഞാൻ ഇപ്പോഴും അങ്ങനെ പോകും. അങ്ങനത്തെ ഒരു വാശിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, ഒരു നാച്ചുറലായിട്ടുള്ള ഒരു നമ്മൾ നാടൻ ഇതൊക്കെയുള്ളൊരു പെൺകുട്ടിയാണ് എന്ന് വേണമെങ്കിൽ രേണുസുതിയെ നമുക്ക് പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ചിലപ്പോഴവർ ബിഗ് ബോസിലെ വിന്നറാകാൻ പോലും സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് രേണുസുതി ആയിരിക്കും ചിലപ്പോൾ ഈ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. മാത്രമല്ല, അവരെക്കുറിച്ചുള്ള എൻ്റെ രണ്ടാമത്തെ പ്രവചനം ചിലപ്പോൾ അവർ ബിഗ് ബോസിലെ വിന്നറാകാനായിട്ടുള്ള സാധ്യതയുണ്ട്.